പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ്റെ എന്ത് ഭാഗമാണ് കാണാൻ സാധിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ഫോക്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ചാനലിന് കീഴിലുള്ള ഏറ്റവും അവസാനത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് ആണ് സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത്. കോഡി റോഡ്സ് റിംഗിലേക്ക് വരുന്നു. അടുത്ത എതിരാളിയെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് സോളോ സിക്കോവയും ബ്ലഡ് ലൈനിലെ മറ്റ് അംഗങ്ങളും അങ്ങോട്ടേക്ക് കയറി വരുന്നു. സോളോ സിക്കോവ റിംഗിലേക്ക് കയറി അദ്ദേഹത്തിന് റീമാച്ച് വേണം എന്നുള്ളത് ആവശ്യപ്പെടുന്നു. അപ്പോൾ കോഡി പറയുന്നുണ്ട്, നിന്നേക്കാൾ ആ ഒരു മാച്ച് കിട്ടേണ്ട ഒരു ആവശ്യമുള്ളത് അത് ജേക്കബ് ഫാറ്റുവിനാണ്, അദ്ദേഹമാണ് അത് ഡിസർവ് ചെയ്തിട്ടുള്ള ആ ഒരു റെസ്ലർ എന്നുള്ള പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ജേക്കബ് ഫാറ്റു ആ റിംഗിൻ്റെ ഏപ്രോണിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. സോളോ സിക്കോവയുടെ നോട്ടം, സോളോ സിക്കോവയുടെ ഉള്ള ആ ഒരു ഇഷ്ടം മൂലം ജേക്കബ് ഫാറ്റു അവിടെ നിന്ന് ഇറങ്ങി നിൽക്കുന്നു. അപ്പോൾ സോളോ വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇവർക്ക് തമ്മിലുള്ള ഒരു ഫ്യൂഡ് വരുന്നതിൻ്റെ ചില സൂചനകൾ അവിടെ നൽകുന്നുണ്ട്. കാരണം ജേക്കബ് ഫാറ്റു ടാഗ് ടീം ചാമ്പ്യൻ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ആ ടൈറ്റിൽ എടുത്ത് ടാങ്ക ലോഗയുടെ കയ്യിലേക്ക് സോളോ സിക്കോവ വെച്ചു കൊടുക്കുന്നത്. അത് ജേക്കബ് ഫാറ്റുവിന് അന്ന് ഇഷ്ടപ്പെടാത്ത പോലെയൊന്നും അവർ കാണിച്ചിട്ടില്ലെങ്കിലും ജേക്കബ് ഫാറ്റുവിൻ്റെ മനസ്സിൽ ഒരു ചാമ്പ്യൻ ആയിട്ട് ഇരിക്കണം എന്നുള്ളതിൻ്റെ ഒരു തോന്നലുണ്ട് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇൻഡയറക്റ്റ് ആയി ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സ് സ്മാക്ഡൗണിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലുള്ളൊരു മൊമെൻറ്റ് കാണിച്ചതിന് ശേഷം ബ്ലഡ് ലൈൻ ടീം അംഗങ്ങളൊക്കെ ചേർന്ന് സോളോ സിക്കോവയെ ആക്രമിക്കുമെന്ന് തോന്നിയ സമയത്ത് DIYയും സ്ട്രീറ്റ് പ്രോഫിറ്റും കോഡിയുടെ ഒപ്പം വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായ നിക് ഓൾഡിസ് കയറി വന്നുകൊണ്ട് അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്യുന്നു. കൂടാതെ മെയിൻ ഈവൻറ്റിൽ ഇതൊരു സ്റ്റീൽ കേജ് മത്സരമായിട്ടായിരിക്കും നടക്കുക എന്നുള്ളതും ബ്ലഡ് ലൈനിലെ അംഗങ്ങളുടെ ഒരു ഇൻ്റർഫിയറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റീൽ കേജ് മത്സരം അനൗൺസ് ചെയ്യുന്നത് എന്നുള്ളതും നിക് ഓൾഡിസ് കൺഫേം ചെയ്യുന്നു. പിന്നീട് ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ 8 മാൻ ടാഗ് ടീം മത്സരമാണ് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ DIY, സ്ട്രീറ്റ് പ്രോഫിറ്റ് തുടങ്ങിയവരുടെ ടീമിനെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്മാക്ഡൗൺ ഫോക്സ് നെറ്റ്വർക്കിൻ്റെ കീഴിലുള്ള എല്ലാ എപ്പിസോഡുകളും ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച മുതൽ USA നെറ്റ്വർക്ക് എന്ന് പറയുന്ന നിലവിൽ റോയ്ക്ക് എപ്പിസോഡ് എയർ ചെയ്യുന്ന ആ ഒരു ചാനലിന് കീഴിലായിരിക്കും സ്മാക്ഡൗൺ എപ്പിസോഡ് എന്നുള്ളതും WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്റ്റീൽ കേജ് മത്സരമാണ് അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. റോമൻ റീൻസിൻ്റെ ഒരു റിട്ടേണിൻ്റെ സൂചന അല്ലെങ്കിൽ സാധ്യത വളരെ കൂടുതലാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം USA നെറ്റ്വർക്കിന് കീഴിലുള്ള ആദ്യ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു ടോപ്പ് സ്റ്റാറെങ്കിലും വരേണ്ടതുണ്ട്. അത് മിക്കവാറും റോമൻ റീൻസ് ആയിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു. അപ്പോൾ ആ ഒരു സ്റ്റീൽ കേജ് മത്സരത്തിൽ കോഡി റോഡ്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് ചിലപ്പോൾ റോമൻ റീൻസിൻ്റെ ആ ഒരു സഹായത്തോട് കൂടിയിട്ടായിരിക്കാം. അത്തരത്തിലുള്ള മൊമെൻറ്റ്സ് ആയിരിക്കും നമുക്ക് അടുത്ത സ്മാക്ഡൗണിൻ്റെ മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിക്കുക. എന്തായാലും ബ്ലഡ് ലൈൻ സ്റ്റാൻഡിംഗ് ടോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സ്മാക്ഡൗൺ അവസാനിച്ചിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സ് ഇന്ന് വരുന്ന വീഡിയോസിൽ പങ്കുവെക്കാം.